പെരുമാറ്റത്തിൽ യാതൊരു സംശയവും തോന്നിയിരുന്നില്ല. മാത്രമല്ല ആ കാലയളവിൽ അത്രയും മകനുമായിരുന്നു ബന്ധം. എന്നാൽ മകൻ തന്നെ താനുമായി ശാരീരിക ബന്ധം നടത്തിയതിനു ശേഷം തന്നെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നപ്പോഴാണ് താൻ ഭയന്നതും താൻ ഇവർക്കെതിരെ ഒരു തെളിവിന് വേണ്ടി വെബ് ക്യാമറ ബെഡ്റൂമിൽ സ്ഥാപിക്കുകയും ചെയ്തത്. അതിനുശേഷമായാലും ഈ പെൺകുട്ടി നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ്: ജോസറ്റയിലുമായിട്ടുള്ള ഒരു ശാരീരിക ബന്ധം വേറെ മാർഗമില്ലാതെ നടത്തിയതാണ്. ജോസറ്റയിലിന്റെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ മകനുമായുള്ള വിവാഹം നടക്കാതെ വരുമോ എന്ന് ഭയന്നു. ആ സാഹചര്യത്തിലാണ് താൻ വഴങ്ങിയത് എന്നുള്ള വിശദീകരണമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ പെൺകുട്ടി പറയുന്നത് ഇത് വിവാഹം നടക്കാതെ വരും എന്നൊരു സാഹചര്യം വന്നപ്പോൾ ജോസറ്റയിലിനെ ചെന്ന് കണ്ട് തന്റെ കയ്യിൽ രണ്ടുപേരുമായും ലൈംഗിക ബന്ധം നടത്തിയതിന്റെ ദൃശ്യങ്ങളുണ്ട് തെളിവായി. ഇത് താൻ പോലീസിന് സമർപ്പിക്കും, ഇത് വലിയ കേസാക്കി മാറ്റും, രാഷ്ട്രീയ ഭാവി തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകണ്ട, മകനുമായുള്ള വിവാഹം പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ 2013 മെയ്യിൽ തന്നെ നടത്തും എന്നുള്ള വിവരം ജോസറ്റയിലിന്റെ ബന്ധു മാർട്ടിൻ വന്ന് പറയുകയായിരുന്നു ഇവരുടെ വീട്ടിൽ. മാർട്ടിൻ വന്ന് പറഞ്ഞത് പ്രകാരം 2010, അതായത് ഇക്കഴിഞ്ഞ മെയ് വരെ, കഴിഞ്ഞ മാസം വരെ ആ പ്രതീക്ഷയിൽ പെൺകുട്ടി ഇരിക്കുകയായിരുന്നു, വിവാഹം നടത്തിത്തരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വിവാഹം സംബന്ധിച്ചുള്ള കാര്യം ഒന്നും സംസാരിക്കാതെ വരികയും താൻ വഞ്ചിക്കപ്പെടുകയും ചെയ്തു എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്: ഇദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ടും മുൻ മന്ത്രി എന്നുള്ള നിലയിലും ഇപ്പോഴത്തെ MLA എന്നുള്ള നിലയിലും ലോക്കൽ പോലീസിന് പരാതി നൽകുകയാണെങ്കിൽ ആ പരാതിക്ക് പ്രാധാന്യം കിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് ലോക്കൽ പോലീസിനെ സമീപിക്കാതെ SP ഓഫീസിൽ പരാതിപ്പെടുന്നത് എന്നും ഈ പരാതിയിൽ പെൺകുട്ടി പറയുന്നുണ്ട്. മായ, ലേബി, ജോസറ്റയിൽ ഇതേക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കുകയുണ്ടായോ? അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. ജോസറ്റയിലിനെതിരെയുള്ള കേസ് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ആലുവ പോലീസ് രജിസ്റ്റർ ചെയ്തത്. എങ്കിൽ പോലും ജോസറ്റയിലിന്റെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. അദ്ദേഹം ഇതിനോട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനിടെ ഇന്ന് ഈ ഒരു സംഭവത്തെ തുടർന്ന് ഇന്ന് വൈകിട്ട് ജോസറ്റയിലിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ രാഷ്ട്രീയ ആയുധം, വീണുകിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധമായിട്ടാണ് ഇതിനെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി കരുതുന്നത്. ഈ രാഷ്ട്രീയ കാലാവസ്ഥ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു അവസരത്തിൽ ഈ ഒരു വിഷയം വീണുകിട്ടിയത് അവർക്ക് സ്വാഭാവികമായും അത്